അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ വാനമ്പാടി കപ്പേളയിൽ തിരുനാളങ്ങ് വന്നെത്തി കേട്ടോ. അപ്പോൾ ഉണ്ണീശോയുടെയും സൽസനസുകളുടെയും പെരുന്നാളാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇവരെപ്പോഴും മാർക്കറ്റുകാരും കൂടി ഈ ആഘോഷത്തിൽ പങ്കുചേരാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അവരുടേതായ കുറച്ച് പരിപാടികൾ, ചെണ്ടകൊട്ട് ഇതുപോലുള്ള പരിപാടികളൊക്കെ അവർ നടത്താറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്, കാരണം ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കപ്പേളയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് നമ്മളുടെ കപ്പേളയിലെ അവിടുത്തെ പരിപാടി പ്രദർശനം കാര്യങ്ങളെല്ലാം വന്ന് ഇപ്പോൾ നമ്മളുടെ പള്ളിയിലാണ് ഇപ്പോൾ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കപ്പേളയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡാണ്, നമ്മുടെ ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കവിടെ ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ കപ്പേളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ നമുക്ക് നേർച്ച ഉണ്ടാക്കാം കേട്ടോ. അരിയൊക്കെ വെച്ചിട്ട്, അരിയും പഴവും ശർക്കരയും കൂടി ചേർത്തിട്ട്, ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള നേർച്ച കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെടിക്കെട്ടൊക്കെ കണ്ടു നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം വന്നിട്ടോ. പിന്നെ ഇനി നമുക്ക് പ്രദക്ഷിണം കഴിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം റോഡ് ഫുള്ളായി. പിന്നെ അതേ ചന്തയിൽ അമ്പ് വരുകയാണ് കേട്ടോ ചെയ്യുന്നത്. പള്ളിയിൽ അമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മാർക്കറ്റിൽ നിന്നുള്ള അമ്പാണിത്. അപ്പോൾ ഈ അമ്പ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്, കാരണം ഓരോ പ്രാവശ്യം ഓരോരോ വെറൈറ്റി പ്രോഗ്രാമുകളും കൂടി ഇതിനകത്തുണ്ടാവും. പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കൊച്ചിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു.